മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയും. കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ഹർജിക്കാരനായ മാത്യു കുഴൽനാടന് കഴിഞ്ഞിരുന്നില്ല. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, എപ്പോഴായിരിക്കും ഈ കേസിൻ പരിഗണിക്കുക? എന്ത് പ്രതീക്ഷിക്കാം? ലിബീഷ്, 11 മണിയോടുകൂടിയാണ് പ്രത്യേക വിജിലൻസ് കോടതി ഈ കേസിൽ വിധി പറയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ നാളുകളായി മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും നിലനിൽക്കുന്ന ഒരു ആരോപണമാണ്. ഈ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവും MLA-യുമായിട്ടുള്ള മാത്യു കുഴൽനാടനാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഈ CMR-ലുമായി ബന്ധപ്പെട്ട് അവർക്ക് കരിമണൽ ഖനനം നടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി അനധികൃതമായി അനുമതി നൽകുകയും അതിന് പ്രതിഫലം എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക CMR-ൽ കൈമാറ്റം ചെയ്തു എന്നുമാണ് ഈ കേസിന് ആസ്പദമായ ഒരു സംഭവം, ഒരു ആരോപണം ഉയർത്തിയത്. നേരത്തെ നിയമസഭയിലടക്കം മാത്യു കുഴൽനാടൻ സമാനമായ ആരോപണങ്ങൾ ഉയർത്തുകയും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വലിയ വിവാദമായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെയും മകൾ വീണ വിജയനെതിരെയും വിജിലൻസ് അന്വേഷണം വേണം എന്ന ആവശ്യം പ്രത്യേക വിജിലൻസ് കോടതിക്ക് മുൻപാകെ മാത്യു കുഴൽനാടൻ MLA ഉന്നയിക്കുന്നത്. അത്തരമൊരു ഹർജി വിജിലൻസ് കോടതിക്ക് മുൻപിൽ വരുന്നത്. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ഹർജി പരിഗണിച്ചപ്പോഴടക്കം മാത്യു കുഴൽനാടനെതിരെ ചില പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ രേഖകൾ, തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരന് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആരോപണങ്ങൾ മാത്യു കുഴൽനാടൻ MLA ഉന്നയിക്കുന്ന ഘട്ടത്തിലടക്കം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് മാത്യു കുഴൽനാടനോട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് രേഖകളാണ് മുന്നോട്ട് വെക്കാനുള്ളത്, അല്ലെങ്കിൽ എന്ത് തെളിവുകളാണ് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ പോലും അത്തരം തെളിവുകളൊന്നും തന്നെ തനിക്ക് ഇപ്പോൾ കൈമാറാൻ കഴിയില്ല, ഇതൊക്കെ പിന്നീട് കോടതിയിൽ സമർപ്പിക്കാം എന്ന ഒരു വാദമാണ് മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചത്. പലതവണ ആവർത്തിച്ചപ്പോഴും പലതവണ വാർത്താസമ്മേളനം നടത്തിയപ്പോഴും മാധ്യമപ്രവർത്തകർ സമാനമായ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇത് തന്നെയായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം. എന്നാൽ കോടതിയിലും ഈ രേഖകൾ ഇതുവരെയും, ഈ തെളിവുകളൊന്നും തന്നെ ഇതുവരെയും എത്തിയിട്ടില്ല എന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇത് തന്നെയാണ് കഴിഞ്ഞ സിറ്റിംഗിൽ കോടതി പരാമർശിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്കെതിരെ എന്തിന് വിജിലൻസ് അന്വേഷണം നടത്തണം എന്നത് സാധൂകരിക്കുന്നതിന് ആവശ്യമായ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ പരാതിക്കാരന് കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ അനധികൃതമായി മുഖ്യമന്ത്രി ഇടപെട്ടതിന്റെ രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു പരാമർശം വന്നു. ഈ നിലയിൽ എങ്ങനെയാണ് ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ കേസിൽ വിധി പറയുന്നതിന് വേണ്ടി മെയ് 3-ാം തീയതി, അതായത് ഇന്നത്തേക്ക് ഈ കേസ് മാറ്റിവെക്കുന്നത്. 11 മണിയോടുകൂടി ഈ കേസിൽ ഒരു വിധി സ്പെഷ്യൽ വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ലിബീഷ്. ശരി കമലേഷ്, മാസപ്പടി കേസിൽ 11 മണിയോടുകൂടി വിധി പ്രതീക്ഷിക്കാം. വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്.